ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അപ്പോൾ സച്ചിൻ രവനിയും കൂടി ഒരു ദിവസം ഇങ്ങനെ ഹോളിലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിയുടെ ഒരു ഫ്രണ്ട് വരിക. സച്ചിയുടെ ഫ്രണ്ടും ഭാര്യയും കൂടിയാണ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവർ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ദർശനമൊക്കെ നടത്തിയിട്ട് വരണ വഴിയാണ്. അപ്പം സച്ചിയുടെ വീട്ടിലും കൂടി കയറിയിട്ട് പ്രസാദം കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അവർ വന്നത്. അപ്പോൾ അവർ വന്ന് പ്രസാദമൊക്കെ രേവതിയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഭാര്യ രേവതിയോട് ചോദിക്കും, രേവതി എന്താ വീട്ടിലുള്ളവർക്ക് മാത്രമേ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കൊടുക്കുള്ളൂ, ഞങ്ങൾക്കൊന്നും തരില്ലേന്ന് വരെ തമാശയ്ക്ക് ചോദിച്ചു. അപ്പോൾ രേവതി പറഞ്ഞു, അതിനെന്താ, കുറച്ച് ദോശയും കൂടി ഉണ്ടാക്കണം എന്നല്ലേ ഉള്ളൂ, വായോ കഴിച്ചിട്ട് പോകാനിട്ട് അവരേനെ പിടിച്ചിരുത്തിയിട്ട് കഴിപ്പിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അവർ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ രേവതി അടുക്കളയിലിരുന്നിട്ട് ബാക്കി ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വേഗം ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കിയത് ഇവർക്ക് തന്നെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ഇവരുടെ അടുത്തിരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് ശ്രുതി വരിക. ശ്രുതി വന്നിട്ട് ശ്രുതിക്കാണെന്ന് ഇവരെ തീരെ പിടിക്കുന്നില്ല കേട്ടോ. ശ്രുതി വലിയ മൈൻഡില്ലാതെയാണ് കിച്ചണിലേക്ക് പോവുക. ഇവരുടെ അടുത്ത് കൂടെയാണ് കിച്ചണിലേക്ക് പോവുക. എന്നിട്ട് കിച്ചണിൽ വന്നിട്ട് രേവതിയോട് ചോദിക്കും. രേവതിയോട് പറയും ശ്രുതിക്ക് പോവാറായി. അപ്പോൾ ശ്രുതിക്ക് പോവാറായി. അപ്പോൾ ടിഫിൻ റെഡിയാക്കാൻ പറയുമ്പോൾ രേവതി പറഞ്ഞു, ഇല്ല, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ കഴിഞ്ഞിട്ട് പോരെ, ഒരു 10 മിനിറ്റ്, അവരിപ്പോൾ കഴിച്ചിട്ട് പോകുമെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി പറഞ്ഞു, അതെങ്ങനെ പറ്റുക, ശ്രുതിക്ക് പോവാറായി, ശ്രുതിക്ക് ഒരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട് ഇന്ന്. അപ്പോൾ ശ്രുതിക്ക് ഷോറൂമൊക്കെ ഉണ്ട് കേട്ടോ, ഹോം അപ്ലയൻസസിൻ്റെ ഷോറൂമുണ്ട്. അപ്പോൾ അവൻ അതിൻ്റെ മാനേജറാണ്. അപ്പോൾ പറയുന്നുണ്ട് ശ്രുതിക്ക് മീറ്റിംഗ് ഉണ്ട്, ശ്രുതിക്ക് പോയേ പറ്റുള്ളൂ, ഡീലേഴ്സായിട്ട് മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അവന് വേഗം പോയേ പറ്റുള്ളൂ, നീ എന്താ ഇങ്ങനെ വെയിറ്റ് ചെയ്യാനൊക്കെ പറയുന്നത്. അപ്പോൾ രേവതി പറയും, അപ്പം നിനക്ക് കുറച്ച് നേരത്തെ പറയാമായിരുന്നില്ല, ഇപ്പോൾ എത്ര പെട്ടെന്ന് വന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക, ഇപ്പോൾ അവർ വന്നിരിക്കില്ല, അവർ കഴിച്ചിട്ട് ഇപ്പോൾ പോവും, അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് പറയുകയാണ്. അപ്പോൾ എന്താ അവർക്ക് വേണ്ടിയിട്ട് ശ്രുതി വെയിറ്റ് ചെയ്യണമെന്നാണോ നീ പറയുന്നത്? ശ്രുതി കിച്ചണിൽ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോയിട്ട് ഇത് ശ്രുതിയോട് പോയി പറയുമ്പോൾ ശ്രുതിയോട് ഇങ്ങനെയാണ് ഇവൾ പറഞ്ഞത്, നീ വെയിറ്റ് ചെയ്യ് 10 മിനിറ്റ്, അവർ കഴിച്ച് പോയിട്ട് നിനക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങും കേട്ടോ. വല്ലവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യണത്, ഞാനെന്തിനാ വിശപ്പ് കളയുന്നത് വല്ലവർക്കും വേണ്ടിയിട്ട്, അവരാരാ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ദേഷ്യപ്പെടാൻ തുടങ്ങും. അപ്പോൾ ഇവർ കഴിക്കണവരല്ലേ, ഇവർ കഴിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുകയാണ്, ഇവരെ പറ്റിയിട്ടാണല്ലോ പറയുന്നതെന്ന് ഇവർ കേൾക്കുകയാണ്. അപ്പോൾ നമുക്ക് ചിലൊരു മടി ഉണ്ടാവുമല്ലോ, അപ്പോൾ നമ്മളെ പറഞ്ഞ് കുറ്റം പറയുന്നവരുടെ വീട്ടിൽ പോയിട്ട് നമ്മളിരുന്ന് കഴിക്കുന്നത് മോശമായിട്ടുള്ള കാര്യമല്ലേ. അപ്പം സച്ചിക്ക് അത് കേൾക്കുമ്പോൾ സച്ചിക്ക് വിഷമമുണ്ട്. സച്ചി പറയുന്നുണ്ട്, ഒന്നുമില്ലടാ, നീ കഴിച്ചോ, അവൻ ഫോണിൽ എന്ത് സംസാരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ തടി തപ്പാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്താണ് അവിടേക്ക് വർഷയും ശ്രീകാന്തും വരുന്നത്. അപ്പോൾ വർഷയും ശ്രീകാന്തും അവർ പേരൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, കഴിക്കിട്ടോ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബഹളം ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആകെ മോശമായ പോലെ ഇവർക്കും തോന്നുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ആകെ കൊച്ചായ പോലെ ഉണ്ട്. അപ്പോൾ സച്ചി ഇപ്പോൾ വരാൻ വേണ്ടിയിട്ട് സച്ചി റൂമിൽ പോയിട്ട്, നീ എന്താണ് ഇങ്ങനെ ബഹളം വെക്കുന്നത് ചോദിച്ചു. അപ്പോൾ നിൻ്റെ ഭാര്യ എന്താ പറഞ്ഞത്, ഞാൻ അവർ കഴിക്കണവരെ വെയിറ്റ് ചെയ്തിരിക്കണമെന്നോ, എന്താ അവൾ എന്നെക്കുറിച്ച് വിചാരിച്ചിരുന്നതെന്നൊക്കെ ചോദിക്കണം. അപ്പോൾ സച്ചി പറയും, നീ എന്തിനിങ്ങനെ ബഹളം വെക്കുന്നത്, അവരിപ്പോൾ കഴിച്ചിട്ട് പോകും, ഒരു 10 മിനിറ്റല്ലേ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ നീ അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചോ, അതിന് കുഴപ്പമില്ലല്ലോ എന്ന് പറയുകയാണ്. അവരുടെ കൂടെ ഇരിക്കാൻ മാത്രം ഞാൻ ആരാ, നിന്നെപ്പോലുള്ള ഡ്രൈവേഴ്സിൻ്റെയൊക്കെ കഴിക്കൽ കഴിയണ വരെ ഞാൻ വെയിറ്റ് ചെയ്യണോ, നീ രാവിലെ ഓരോരുത്തരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എൻ്റെ സമയം കളയണോ, സമയത്തിനൊക്കെ വിലയുള്ള ആൾക്കാരാണ് ഞങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവാൻ തുടങ്ങി. അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഇവർ 3 പേരും സച്ചിൻ ശ്രുതിയും കൂടി ആ റൂമിൻ്റെ ഉള്ളിൽ കടന്ന് ബഹളം വെക്കുന്ന ഈ സമയം കൊണ്ട് ഇവൻ്റെ ഫ്രണ്ടും ഭാര്യയും കൂടി കഴിക്കൽ പകുതി വഴിയിൽ നിർത്തിയിട്ട് അവർ എണീച്ച് പോവുകയാണ് കേട്ടോ. അവർക്കത് ഭയങ്കര ഇൻസൾട്ടായിട്ടുണ്ട്. അവർ എണീച്ച് പോകുമ്പോൾ രേവതി പിടിച്ച് നിർത്തുന്നുണ്ട്. രേവതി ശ്രീകാന്തൊക്കെ പിടിച്ച് നിർത്തുന്നുണ്ടെങ്കിലും അവർ നിൽക്കുന്നില്ല കേട്ടോ, അവർ പോവും. അത് കഴിഞ്ഞിട്ട് സച്ചി ഇറങ്ങി വരുന്നുണ്ട്, ഡോർ തുറന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഒന്നും ഇല്ലടാന്ന് പറഞ്ഞിട്ട് വരുമ്പോഴേക്കും അവർ പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ സച്ചി പറയിപ്പം നിനക്ക് സമാധാനമായില്ല ചോദിക്കും. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാനതിന് എന്താ ചെയ്തത് ചോദിക്കും. പിന്നെ ഒരാൾ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീ ഇങ്ങനത്തെ ഓരോ വർത്തമാനങ്ങൾ പറയുന്നത് പറയാൻ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നീ എന്തിനാ വെറുതെ ശ്രുതിനെ കുറ്റം പറയുന്നത്, നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടല്ലേ, ശ്രുതിക്ക് ഭക്ഷണം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ ശ്രുതി അങ്ങനെ പറഞ്ഞു പറയാം. അപ്പോൾ ശ്രീകാന്തും പറയുന്നുണ്ട്, ശ്രുതി നീ ചെയ്തത് ഒട്ടും ശരിയായില്ല, വീട്ടിൽ ഗസ്റ്റുകൾ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല, എല്ലാവർക്കും സമയത്തിന് വിലയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു 10 മിനിറ്റ് ലേറ്റ് അയച്ചാൽ ഒന്നും വരാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്.
അപ്പോൾ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാനെന്തിനാ വല്ലവർക്കും വേണ്ടിയിട്ട് എൻ്റെ വിശപ്പ് കളയുന്നത്, ഞാനെന്തിനാ വല്ലവർക്കും വേണ്ടി വെയിറ്റ് ചെയ്യണത്, എനിക്ക് ഭക്ഷണം കിട്ടണം, എനിക്ക് അത്രേ വേണ്ടുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി അവന് വലിച്ചു കൊടുത്തിട്ട് ഡൈനിങ് ടേബിളിൽ ഇരുത്തിയിട്ട് പറയും, നീ കഴിക്കുന്നത്, എനിക്ക് ഭക്ഷണമല്ലേ വേണ്ടത് പറയുകയാണ്. എന്നിട്ട് ഇതിൽ ഉള്ള ദോശ മുഴുവൻ അവൻ്റെ പ്ലേറ്റിൽ കൊടുത്ത് വായിൽ കുത്തിത്തിരിക്കുകയാണ് ദോശ. അപ്പോൾ ശ്രുതി പെട്ടെന്ന് എണീച്ചിട്ട് പറയും, നീ എന്താ എന്നെ കൊല്ലാൻ നോക്കുകയാണോ എന്ന് പറയണേ. അല്ല, നിനക്കല്ലേ ഭക്ഷണം വേണ്ടി പറഞ്ഞു, നീയല്ലേ നിൻ്റെ കാര്യം മാത്രമേ നോക്കുള്ളൂ, നീ കഴിക്കുക, നിൻ്റെ വിശപ്പ് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് കുത്തിക്കയറ്റാൻ നോക്കുകയാണ്. അപ്പം ശ്രുതി പറയുന്നുണ്ട്, നീ എന്തെങ്കിലും എന്നെ കൊല്ലാൻ നോക്കുകയല്ലേ, നിനക്കല്ലെങ്കിൽ ഞാൻ ചാവുകയല്ലേ വേണ്ടത് എന്ന് പറയുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, ഞാൻ നിന്നെ കൊല്ലാനും നോക്കിയിട്ട് തരാം, നീ അങ്ങനെയൊക്കെ ചെയ്യും, നിനക്ക് ക്രിമിനൽ മൈൻഡാണ്, നീ ഇതിന് മുന്നേ ജയിലിൽ പോയിട്ട് വന്നതല്ലടാ, നിനക്ക് അതൊക്കെ തോന്നുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അവന് ദേഷ്യം വരികയാണ്. അപ്പോൾ ഇവന് മുന്നത്തെ ഒരു ഫ്ലാഷ് ബാക്കും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സച്ചിക്കത് തീരെ ഇഷ്ടാവില്ല. അപ്പോൾ സച്ചി അടുത്ത് കിടന്ന ഒരു കത്തി എടുത്തിട്ട് ഇവനെ കുത്താൻ പോകുന്ന സീനെ കാണിക്കുന്നുണ്ട്. ദേഷ്യം വന്നിട്ട് അത്ര ദേഷ്യത്തിനാണ് സച്ചി അവനെ കുത്താൻ പോവുക. ആ കുത്താൻ പോകുന്ന സീനിൽ ഇവൻ ഓടി രക്ഷപ്പെടാനൊക്കെ നോക്കുമ്പോഴാണ് അതിൻ്റെ ഇടയിലേക്ക് വർഷയുടെ അമ്മ കയറി വരുന്നത്. വർഷയുടെ അമ്മ കയറി വരുമ്പോൾ എന്താ കാണുന്നത്, സുധീനെ കുത്താൻ പോകുന്ന സച്ചിയുടെ കയ്യിലൊരു കത്തിയാണ് കാണുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ സച്ചിനെയാണ് വർഷയുടെ അമ്മ കുറ്റം പറയാൻ നോക്കുന്നത്. പക്ഷേ വർഷ അത് ക്ലിയർ ചെയ്യുന്ന സീൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സച്ചി ജയിലിൽ പോയൊരു കഥയൊക്കെ ഉണ്ട്, സച്ചി എന്തിനാണ് ജയിലിൽ പോയതെന്നൊക്കെ വരുന്ന എപ്പിസോഡ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്